ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ ദയവായി കേട്ടതിന് ശേഷം മാത്രമേ വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാവൂ. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും 10th ലെവൽ പ്രിലിമിനറിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിലൊരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. നമ്മൾ PSC ബുള്ളറ്റിനിൽ നിന്നും ഒരു 4-5 PSC ബുള്ളറ്റിനിലൂടെ 150ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ വന്നിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിൽ നിന്നും സെലക്ട് ചെയ്ത് വളരെ എഫർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്ത ആ ഒരു ഓർഡറിൽ പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ഏത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സാമുകളെങ്കിലും എഴുതിയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകും. നിങ്ങൾ എക്സാമിന് മുമ്പ് ഇപ്പോൾ ഓൾറെഡി ടോപ്പിക്ക് കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മറ്റു ക്ലാസ്സുകളൊക്കെ കണ്ട് ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എക്സാമിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം, മൗലികാവകാശങ്ങളെന്ന് പറയുന്നത് ഭരണഘടനയുടെ പാർട്ട് 3-ൽ, അതായത് 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ്. മൗലികാവകാശങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡുകൾ നമ്മൾ വായിക്കുന്നതിനൊപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്ക. കാരണം ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു കാര്യം തന്നെ അമേരിക്കയുടേതാണ്, അല്ലേ? അപ്പോൾ ഏറ്റവും ലോകത്തിലെ ആദ്യത്തെ ഒരു പ്രാമാണിക രേഖയായ മാഗ്ന കാർട്ട, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ USA, അമേരിക്കയാണ് അതിൻ്റെ ഉത്തരം. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏത്? വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അനുച്ഛേദം 17. അതായത് 150 ചോദ്യപേപ്പറുകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17. അതായത് അയിത്തത്തിനെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ഒക്കെയുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 17. വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ 1. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? കോടതികളാണ്. ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതികളാണ്. അതിപ്പോൾ സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും മൊത്തത്തിൽ കോടതികളാണ് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ആളെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും മൗലികാവകാശങ്ങളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും മൗലികാവകാശങ്ങൾ തന്നെയാണ്. പോക്സോ ആക്ട് പാസാക്കിയ വർഷം? പോക്സോ ആക്ട് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ UPSC എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോക്സോ ആക്ട് പാസാക്കിയ വർഷം 2012-ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശം. പോക്സോ ആക്ട് എന്തായിരുന്നു? കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനും മറ്റും കൊണ്ടുവന്ന ഒരു ആക്റ്റാണ്, അല്ലേ? പോക്സോ ആക്ട് പാസാക്കിയത് 2012-ലാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86-ആണ്. അതായത് 86-ാം അമെൻമെൻറ്റ്, 86th അമെൻമെൻ്റ് ആണ്. അത് ബിൽ നമ്പർ 93 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ബില്ലുകൾ ഇപ്പോൾ വന്നു, പുതിയ അമെൻമെൻറ്റുകൾ വന്നു, ഒരുപാട് പുതിയ അമെൻമെൻറ്റുകളും വന്നു. അപ്പോൾ സാമ്പത്തിക സംവരണം അടക്കമുള്ള അല്ലെങ്കിൽ GST അടക്കമുള്ള പുതിയ അമെൻമെൻറ്റുകളെല്ലാം കൂട്ടിച്ചേർത്തു. ഏതായാലും വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഓർത്തു വയ്ക്കണം. ഭേദഗതി 86-ആണ്, 86th അമെൻമെൻറ്റ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതായിരുന്നു? തീർച്ചയായിട്ടും ഒരു അമെൻമെൻറ്റിലൂടെ ഒരു പുതിയ ആർട്ടിക്കിൾ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ 21A, 21 എന്ന് പറയുന്ന വകുപ്പിലേക്ക് ഒരു A എന്നൊരു ഭാഗം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? 21A, 21A. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതാണ് ചോദ്യം. റിട്ടുകൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് ഒരാളുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ഒരാൾക്ക് അയാളുടെ അവകാശം ലഭിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് ഈ റിട്ടുകൾ അനുസരിച്ച് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ കോടതി അത് ചോദ്യം ചെയ്യും. അതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. അനുച്ഛേദം 32-ലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അനുച്ഛേദം 32. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 32-ലൂടെയാണ്.
നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മെൻഡാമസ് എന്ന റിട്ടാണ്. റിട്ടുകൾ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലാണ് ഈ റിട്ടുകളെല്ലാം വരുന്നത്. അപ്പം അത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ നമുക്ക് എല്ലാ റിട്ടുകളും ഒരുമിച്ച് പറയണം. ഏതായാലും നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മെൻഡാമസ് എന്ന് പറയുന്ന റിട്ടാണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബാലവേല നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? ബാലവേല നിരോധിക്കുന്ന വകുപ്പ് അനുച്ഛേദം 24 വളരെയധികം ചോദിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു 45ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബാലവേല നിരോധിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് അനുച്ഛേദം 24 അതായത് ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ്. ഈ കഴിഞ്ഞ് നടന്ന 1-2 എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു. അതായത് ഈ 2020 തന്നെ നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് ചോദ്യം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44th അമെൻമെൻ്റ് ആണ്. 44th അമെൻമെൻറ്റ് 50ലധികം ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ചോദ്യമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44th അമെൻമെൻറ്റ്. 44th അമെൻമെൻറ്റ് 1976 ആയിരുന്നല്ലേ, നമുക്കറിയാം 44th അമെൻമെൻറ്റ്. ഇതിന് മുമ്പുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലേലിസ്റ്റിലുണ്ട്. അത് നമുക്ക് കാണാമില്ലെന്നുണ്ടെങ്കിൽ 60 ഡേ ചലഞ്ചിലും ഉണ്ട്, അതെടുത്ത് കാണുക. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങളെയാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി എഡ്മണ്ട് ബുർക്കാണ്. അപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പത്രമാധ്യമങ്ങളാണ്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു വകുപ്പ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് ഏതാണ്? അനുച്ഛേദം 19 അനുച്ഛേദം 19 അല്ലേ. അനുച്ഛേദം 19 പത്രസ്വാതന്ത്ര്യം പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന വകുപ്പാണ് 19. ഓർക്കുക. അപ്പം നമുക്കറിയാം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അല്ലേ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 19. അതായത് നമ്മുടെ 19 എന്ന് പറയുന്ന 6 1 2 3 അങ്ങനെ നമ്പറിട്ട് പോകുമ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമുക്കുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് നമുക്ക് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പത്രസ്വാതന്ത്ര്യം. അത് പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്ന വകുപ്പാണ് അനുച്ഛേദം 19. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? അത് നമുക്കറിയാം. അമെൻമെൻ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സായി അത് അമെൻമെൻ്റായി വന്നു, അതൊരു ലോ ആകുന്നതൊക്കെ പാർലമെൻറ്റിലാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട് അധികാരമുള്ളത് പാർലമെൻറ്റിന് തന്നെയാണ്. ഓക്കെ. ഇനി ഒരു അടിയന്തരാവസ്ഥ സാഹചര്യം വന്നാലും മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം പക്ഷേ രാഷ്ട്രപതിക്കാണ്. പാർലമെൻറ്റാണ് ഭേദഗതി വരുത്തുന്നതെങ്കിലും ഈ അടിയന്തരാവസ്ഥ സമയങ്ങളിലൊക്കെ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടാറുണ്ട്, എമർജൻസി ടൈമിലൊക്കെ. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇത് റദ്ദ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? അപ്പോൾ സുപ്രീം കോടതിക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ റിട്ടുകൾ 32 ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്കും ഇതുപോലെ റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ആർട്ടിക്കിൾ 226. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. എന്തുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് അങ്ങനെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്നൊരു വാക്കാണ് ഹേബിയസ് കോർപ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടാണ്. അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഏതായാലും ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് കടമെടുത്താണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയാണ്. അപ്പം എല്ലാ റിട്ടുകളുടെ ഈ പേരുകൾ ലാറ്റിൻ ഭാഷയിലാണുള്ളത്. നിയമവിധേയമല്ലാതെ തടവിലൊരാളെ വെച്ചിരിക്കുമ്പോൾ അയാളെ മോചിപ്പിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയായ റഗ് മാർക്ക്
പണ്ടത് റഗ്മാർക്ക് എന്നറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുഡ് വീവ് എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് ഠാക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയാമ്പിളിനെയാണ്, ആമുഖത്തെ. ഭരണഘടനയുടെ ഹൃദയമാത്മാവെന്ന് ഠാക്കൂർദാസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയാമ്പിളിനെയാണ്. എന്നാൽ ഇവിടെ അംബേദ്കറാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ഒരു അനുച്ഛേദം 32. അനുച്ഛേദം 32, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഒരാളുടെ മൗലികാവകാശം സംരക്ഷിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു ഭരണഘടനയുടെ ഒരാളുടെ മൗലികാവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് റിട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് വിളിക്കേണ്ടത് അനുച്ഛേദം 32 തന്നെയാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഏതാണ്? അനുച്ഛേദം 32 തന്നെയാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32 തന്നെയാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകൾ നമുക്ക് നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി ആർട്ടിക്കിൾ നമുക്കൊരു ലിസ്റ്റ് തന്നെ എടുക്കാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സമത്വം പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. സമത്വം, ഇക്വാലിറ്റി, അത് ആർട്ടിക്കിൾ 14 ആണ്. സമത്വം, ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. വിവേചന, സമത്വം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകാൻ പാടില്ലാത്തത്? വിവേചനം, അല്ലേ? എല്ലാവരും സമന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്തുണ്ടാവാൻ പാടില്ല? വിവേചനം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വിവേചനത്തിനെതിരായിട്ടുള്ള ഭരണഘടനാ വകുപ്പ് അതിൻ്റെ തൊട്ടടുത്തതാണ് അനുച്ഛേദം 15. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന, അല്ലെങ്കിൽ അത് പരോക്ഷമായിട്ട് അതിനകത്ത് ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏത് തന്നെയാണ്? അനുച്ഛേദം 15. കാരണം എല്ലാം, അല്ലേ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഒരേ ഈക്വൽ പദവി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരേ ഇക്വാലിറ്റി, സമത്വം കൊടുക്കുന്നത് അനുച്ഛേദം 15. ഓർക്കുക. അവസര സമത്വം, അതായത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം ഉറപ്പാക്കുന്നത് അനുച്ഛേദം 16. അവസര സമത്വം ഉറപ്പാക്കുന്നത് അനുച്ഛേദം 16. അപ്പോൾ ഒരു കാസ്റ്റോ ക്രീഡോ പ്രിൻസിപ്പിൾസോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരേപോലെ തന്നെ അവസര സമത്വം, അല്ലെങ്കിൽ ജെൻഡറോ ഒന്നും നോക്കാതെ അവസര സമത്വം ഉറപ്പാക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 16. നമുക്ക് 14, 15, 16 അങ്ങനെ ഓർഡറിൽ ഓർത്ത് വയ്ക്കുകയും ചെയ്യാം. 14 ഇക്വാലിറ്റി ആണെങ്കിൽ 15 തീർച്ചയായിട്ടും വിവേചനത്തിനെതിരാണ്. 16 അവസര സമത്വമാണ്. അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള വകുപ്പാണ് അനുച്ഛേദം 17. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മഹാത്മാഗാന്ധി കീ ജയ് എന്ന വിളികളോടുകൂടി വന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ളതാണ് അനുച്ഛേദം 17. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പദവിനാമങ്ങൾ നിരോധിക്കുന്നതാണ്. പദവിനാമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പദവിനാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. ഇതെല്ലാം റിലേറ്റ് ചെയ്ത് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏത് വകുപ്പാണ്? അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് അത് ആർട്ടിക്കിൾ 32 ആണെന്ന് നമ്മൾ പറഞ്ഞു. റിട്ടുകളാണെന്ന് നമ്മൾ പറഞ്ഞു. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്, ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ട് ഒരു എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21. അനുച്ഛേദം 21. എന്തുകൊണ്ടാണ് അനുച്ഛേദം 21 അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണത്. ഒരാൾക്ക് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് അനുച്ഛേദം 21. അതുകൊണ്ട് തന്നെയാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അനുച്ഛേദം 21 അറിയപ്പെടുന്നത്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. കാരണം അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 21. അല്ലെ, ആർട്ടിക്കിൾ 20 21. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആർട്ടിക്കിൾ 20 എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. അതുപോലെ ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തി അയാൾക്കെതിരെ തെളിവ് നൽകാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഒരു ഭരണഘടനാ വകുപ്പ് കൂടിയാണ് അനുച്ഛേദം 20. അനുച്ഛേദം 20. അപ്പോൾ ഇത് രണ്ടും, അനുച്ഛേദം 20 21 ഒരു എമർജൻസി ടൈമിലൊന്നും റദ്ദ് ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വാഭാവികമായിട്ടും ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ രാഷ്ട്രപതിക്ക് നമ്മുടെ മൗലികാവകാശങ്ങളെല്ലാം തന്നെ
റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 20ഉം 21ഉം ആ സമയത്ത് പോലും റദ്ദ് ചെയ്യുന്നില്ല. 20ഉം 21 നമുക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ളതാണ്. എന്നാൽ 20 ഒരാൾക്കെതിരെ തെളിവ് നൽകാനുള്ള ഒരു പ്രേരിപ്പിക്കുന്ന, അയാൾക്കെതിരെ സ്വന്തമായിട്ട് തെളിവ് നൽകുന്നതിന്, ഒരു കുറ്റം ചെയ്തു എന്നുള്ളതിന് തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ല. അതുപോലെ ഒന്നിലധികം പ്രാവശ്യം ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ അനുശാസിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22 തന്നെയാണ് കരുതൽ തടങ്കലിനെ കുറിച്ചൊക്കെ പറയുന്നത്. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പും ആർട്ടിക്കിൾ 22 തന്നെയാണ്. കരുതൽ തടങ്കൽ ആക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും? 3 മാസം വരെ തടവിൽ വയ്ക്കാൻ കഴിയും. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 23 ആണ്. അപ്പം ബാലവേല 24 അടിമത്തം നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 23 ആണ്. നമുക്കങ്ങനെ അടിമത്തവും ബാലവേലയും അടുത്തടുത്താണ് കേട്ടോ. അടിമത്തം ആർട്ടിക്കിൾ 23ഉം അതുപോലെ ബാലവേല ആർട്ടിക്കിൾ 24ഉം ആണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പം നമ്മൾ ഇനി നമുക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അധികം വരാത്തത് കൊണ്ടാണ്, ഒത്തിരി റിപ്പീറ്റഡ് അല്ല, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തേക്ക് ഇത് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29 തുടങ്ങുന്നത്. ആർട്ടിക്കിൾ 29, 30 അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അതിൻ്റെ നടത്തിപ്പ് അവകാശമൊക്കെ കിട്ടുന്നതിനായിട്ടുള്ള അത് ഉറപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 30 അപ്പോൾ 29ഉം 30ഉം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് തുടങ്ങണമെങ്കിൽ ആർട്ടിക്കിൾ 30 ഓർക്കുക. ഇനി കോ വാറണ്ടോ എന്ന് പറയുന്ന ഒരു റിട്ടുണ്ട്. ആ റിട്ടിൻ്റെ ഒരു പദത്തിൻ്റെ അർത്ഥം, അപ്പോൾ ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത് വന്നിട്ടുണ്ട്. കോ വാറണ്ടോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്ന് പറയുന്ന, എന്ത് അധികാരം എന്നാണ് ആ ഒരു വാക്കിൻ്റെ മീനിങ്. ആ ഒരു ലാറ്റിൻ ഭാഷയുടെ മീനിങ് എന്ത് അധികാരം എന്നുള്ളതാണ് കോ വാറണ്ടോ. മറ്റൊരു ചോദ്യമാണ്, ഭരണഘടനയുടെ ഏത് ഒരു വകുപ്പിലാണ്, അവിടെ രാജ്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഏത് വകുപ്പിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A. ഇപ്പോൾ നേരത്തെ ഇത് 31 വകുപ്പിലായിരുന്നു. ഇപ്പോൾ 300Aയിലാണ്. 300A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലാണ് ഭരണഘടനയുടെ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്ക് ആർട്ടിക്കിളുകളിലെ റിട്ടുകളെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 32 റിട്ടുകൾ: ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെഷ്യൂററി. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് നിയമവിധേയമല്ലാതെ ഒരാളെ തടവിൽ വെക്കുമ്പോൾ അയാളെ മോചിപ്പിക്കാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. മെൻഡാമസ് എന്നാൽ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കർത്തവ്യ നിർവഹണം പ്രത്യേകം ഓർക്കണം. മെൻഡാമസ് എന്ന് പറയുന്നത് കർത്തവ്യ നിർവഹണം, അതായത് സ്വന്തം കർത്തവ്യം നിറവേറ്റാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മെൻഡാമസ്. കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാതെ ഒരു ഉദ്യോഗത്തിനെതിരെ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്തൊരു ഉദ്യോഗം വഹിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അതിനെ തടയുന്ന റിട്ടാണ് കോ വാറണ്ടോ. അതായത് എൻ്റെ അധികാരത്തിലാണ് നിങ്ങളിവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരർത്ഥം. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. കോ വാറണ്ടോ അങ്ങനെയാണ്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു തടയലാണ്, നീതിരഹിതമായിട്ടുള്ള വിചാരണ തടയുന്നതാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള വിചാരണ തടയുന്നതാണ് പ്രൊഹിബിഷൻ. അതായത് പലപ്പോഴും ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിച്ച് പല ഉത്തരവുകളും പുറപ്പെടുവിക്കുമ്പോൾ അത് ഒരു മേൽക്കോടതിക്ക് അത് ചോദ്യം ചെയ്യാം. അതും പ്രൊഹിബിഷനിൽ തന്നെ പെടുന്നതാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായിട്ടുള്ള വിചാരണ തടയാനായിട്ടാണ് പ്രൊഹിബിഷൻ വെച്ചിരിക്കുന്നത്. ഇനി സെഷ്യൂററി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നടപ്പാവുന്നില്ല, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. അപ്പോൾ ഇതുപോലെ പ്രൊഹിബിഷൻ ചെയ്തുകൊണ്ട് സെഷ്യൂററി നടത്താം. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് സെഷ്യൂററി എന്ന് പറയുന്നത്. അത് ഉത്തരം ഓർക്കുക. ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, സെഷ്യൂററി. അപ്പോൾ അത് പ്രത്യേകം ആ വാക്കുകൾ ഓർത്തിരിക്കുക, അതിൻ്റെ അർത്ഥം. അതിലിപ്പോൾ ചോദിച്ചിട്ടുള്ളത് കോ വാറണ്ടോ നാം എന്തധികാരം, മെൻഡാമസ് നാം കൽപ്പിക്കുന്നു, പിന്നെ അതുപോലെ ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നൊക്കെ ഉള്ള അർത്ഥം. ആ ഒരു ഇതാണ്, അത് ഓർക്കുക. ഇത്രയുമാണ് അർത്ഥം ചോദിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് അവകാശങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടത്. അപ്പോൾ
ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കേരളത്തിൽ 2015 ബാറുകൾ പൂട്ടുന്നതിനെടുത്ത് സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏത് പ്രൊവിഷൻ്റെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ മൗലികാവകാശങ്ങളും മൗലിക ചുമതലകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും ആ ഒരു മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ എഴുതി. പക്ഷേ അതിൻ്റെ ഉത്തരം ആ ഒരു ബാറുകൾ പൂട്ടുന്നതിനെതിരെ സർക്കാർ തീരുമാനം ഭരണഘടനയിൽ സ്റ്റേറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. അപ്പോൾ അതിൽ തെറ്റായിട്ട് പല സ്ഥലത്തും ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം എടുത്തു പറയുന്നത്. അത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നതാണ് ഈ ബാറുകൾ പൂട്ടുന്നതിനെതിരെയുള്ള ആ ഒരു സർക്കാർ തീരുമാനം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയൂടെ ചെയ്യണം. ഇതുപോലെ തന്നെ മറ്റൊരു 100-150ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ PSC ബുള്ളറ്റിന് കളക്ട് ചെയ്തിട്ട്, അതായത് പഴയ PSC ബുള്ളറ്റിൻ്റെ PDF നമ്മൾ ഒത്തിരി ചെക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഒരു ഓർഡറിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ഫയലിലോ മറ്റൊക്കെ നിങ്ങൾക്ക് മറ്റൊരു ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇത് എത്ര തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും കേൾക്കുക.